ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി ഓപ്പറേഷൻസും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഇനി പിന്നെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇൻവേഴ്സ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു ടേബിളിലേക്ക് തന്നിരിക്കുക. അവർ ഒരു ഓപ്പറേഷൻ ടേബിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. സെറ്റ് 1 2 3. ദെൻ ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്, ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഈ സ്റ്റാർ അസോസിയേറ്റീവ് ആണോ, ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഇഫ് എക്സിസ്റ്റ്. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെന്റ് ഇഫ് എക്സിസ്റ്റ്. ഇൻവേഴ്സിലുള്ള എലമെന്റുകളും കണ്ടുപിടിക്കുക. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഈ കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ പറഞ്ഞു എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഓരോ പെയർ എടുത്ത് നോക്കുക. 1 star 1, 1 star 2, 1 star 1 1. തിരിച്ചെടുത്താലും 1 star 1 1, 1 star 2 2, 2 star 1 2. അങ്ങനെ ഓരോ പെയറുകളും. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ടേബിളിന്റെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഒന്ന് നോക്കി. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1 2 3. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം എന്ത് തന്നെയാണ് 1 2 3, അത് സെയിമാണ്. സെക്കൻഡ് റോ നോക്കി 2 2 3. ഇവിടെ സെക്കൻഡ് റോയും കോളം 2 2 3. തേർഡ് റോ 3 3 3. തേർഡ് കോളം 3 3 3. ഇങ്ങനെ വരുവാണെങ്കിൽ ഇതെപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് ആകുമ്പോഴാണ് ടേബിൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ ഇത് മെട്രിക്സ്, നിങ്ങൾ പിന്നെ മെട്രിക്സ് എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കും. മെട്രിക്സ് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ ഇതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. സിമെട്രിക് മെട്രിക്സ്, അതായത് റോസും കോളംസും സെയിം ആയിട്ട് വരിക. അതിനകത്തെ എലമെന്റ്സുകൾ, റോയിലെയും കോളത്തിലെ എലമെന്റുകൾ സെയിം ആയിട്ട് വരുമ്പോൾ സിമെട്രിക് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒബ്സർവേഷനിൽ കൂടെ തന്നെ പറയാം. നമുക്ക് 1 2 3 1 2 3, 2 2 3 2 2 3, 3 3 3 3 3 3. ക്ലിയർലി സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് പാർട്ടിന് ആൻസർ ആണ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. Because A star B is equal to B star A for every A, B element of set 1 2 3. അങ്ങനല്ലേ പറഞ്ഞു. ഈ സെറ്റിനകത്ത് ഏത് 2 AB എടുത്താലും നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് ഈ 1 2 3 എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് വിളിച്ചാലും മതി. സോ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് കിട്ടി. ദെൻ സെക്കൻഡ് പാർട്ട് അസോസിയേറ്റീവ് ആണ്. ഇവിടെ ആകെ 3 എലമെന്റ്സേ ഉള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 1 star 2 star 3 നോക്കുക. അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ 1 star 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആ. അപ്പോൾ അത് 2 star 3. 2 star 3 എന്ന് പറഞ്ഞാൽ 3 ആ. ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. 1 star 2 star 3 എന്ന് പറഞ്ഞാൽ 1 star 2 star 3. 2 star 3 എന്ന് പറയുന്നത് 3 ആണ്. 1 star 3 എന്ന് പറഞ്ഞാലും 3 തന്നെ. അപ്പോൾ ഇത് സെയിം ആയി. Therefore associative. അടുത്ത ഇനി നമുക്ക് നോക്കേണ്ടത് തേർഡ് പാർട്ട് ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് ഇഫ് എക്സിസ്റ്റ്. ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ പറഞ്ഞിരുന്നു എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. അങ്ങനെ വന്നാൽ നമ്മൾ അതിനെ എന്ത് പറയും? ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയും. ഇ എന്നുള്ള എലമെന്റിനെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയും. ഇവിടെ നോക്കിയാൽ 1 സ്റ്റാർ ഈ 1 കിട്ടണമെങ്കിൽ ഈ 1 സ്റ്റാർ എടുത്താൽ മതി. ഈ 2 തന്നെ കിട്ടണേ 2 സ്റ്റാർ ഈ 1 എടുത്താൽ മതി. 3 കിട്ടണമെങ്കിൽ 3 സ്റ്റാർ 1 എടുത്താൽ മതി. അതുപോലെ തിരിച്ചു നോക്കിയാൽ അത് തന്നെ 1 star 1, 2 star 1, 3 star 1 അത് തന്നെ കിട്ടും. അപ്പോൾ സെയിം എലമെന്റ് കിട്ടണമെങ്കിൽ 1 എടുത്താൽ മതി. ഇത് കുറച്ചുകൂടി എളുപ്പം പറഞ്ഞാൽ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ സെറ്റ് 1 2 3, ഈ കോളം 1 2 3, ഈ കോളം ഇതുപോലെ എവിടെയെങ്കിലും വരുന്നു നോക്കുക. ഇതിനകത്ത് ഈ 1 2 3 വരുന്നത് ഇവിടെ ഉണ്ട്. 1 2 3. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എലമെന്റ് നോക്കുക. ആ എലമെന്റ് ആയിരിക്കും എന്ത്? ഐഡന്റിറ്റി എലമെന്റ്. സോ മൂന്നാമത്തെ പാർട്ട് നമുക്ക് പറയാം ഇ ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 1. ഐഡന്റിറ്റി എലമെന്റ് 1 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് പാർട്ടിൽ ഫോർത്ത് പാർട്ട് ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെന്റ് ഇഫ് എക്സിസ്റ്റ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ കിട്ടുന്ന ഇതിനകത്ത് ഈ എന്ന് പറയുന്നത് നമുക്ക് 1 ആണ്. ഈ 1 കിട്ടുന്ന എവിടെയാന്ന് നോക്കുക. പൊസിഷൻ 1 കിട്ടുന്ന ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പൊ ഈ 1ന്റെ ഇൻവേഴ്സ് ആണ് ഈ 1. അപ്പൊ നമുക്ക് എഴുതാം 1 inverse equal to 1.
2ന്റെ റോയിൽ എവിടെയെങ്കിലും 1 വരുമെന്ന് നോക്കുക, വരുന്നില്ല. അപ്പൊ 2ന് എന്തില്ല, ഇൻവേഴ്സ് ഇല്ല. 3യുടെ റോ നോക്കിയാൽ എങ്ങും 1 ഇല്ല, അപ്പൊ 3ക്കും എന്തില്ല, ഇൻവേഴ്സ് ഇല്ല. 2 and 3 does not have an inverse. ഇപ്പൊ 2നും 3ക്കും എന്തില്ലെന്ന്, ഇൻവേഴ്സ് ഇല്ല. 1ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, കമ്മ്യൂട്ടേറ്റിവിറ്റി നോക്കാൻ ഈ മെട്രിക്സ് അല്ലെങ്കിൽ ഈ ഇതിനകത്തുള്ള ടേബിൾ സിമെട്രിക് ആണോ നോക്കുക. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, അത് ഈക്വൽ ആണോ നോക്കുക. ഇതങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് എന്താന്ന് പറയാം, നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അസോസിയേറ്റീവ് ചെക്ക് ചെയ്യാനുള്ള 3 എലമെന്റ്സേ ഉള്ളൂ, നമ്മൾ ഡയറക്റ്റ് ചെക്ക് ചെയ്തു. ഐഡന്റിറ്റി നോക്കാൻ ഈ പറഞ്ഞ ലെഫ്റ്റിലത്തെ കോളം ഇതിനകത്ത് എവിടെ വരുന്നത് നോക്കുക. ഇവിടെ വരുന്ന ഒരിടത്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക 1, അതായിരിക്കും ഐഡന്റിറ്റി എലമെന്റ്. ദെൻ ഇൻവേഴ്സ് കാണാൻ 1ന് ഇൻവേഴ്സ് വേണമെങ്കിൽ ഈ 1 റോയിൽ എവിടെ വരുമെന്ന് നോക്കുക. ഈ 1 ഇവിടെ വരുന്നുണ്ട്, സോ ഇൻവേഴ്സ് ഓഫ് 1 ഈസ് 1. ഈ 1 അടുത്ത റോയിൽ ഇല്ല, അപ്പൊ 2 ഇൻവേഴ്സ് ഇല്ല, അടുത്തതിലും ഇല്ല, അതുകൊണ്ട് 3ക്കും എന്തില്ല, ഇൻവേഴ്സ് ഇല്ല. അപ്പൊ ഇൻവേഴ്സ് ഉള്ളത് എന്തിനു മാത്രമേ ഉള്ളൂ, 1ന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരു ടേബിളിൽ നിന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തു. അത് കഴിഞ്ഞല്ലോ. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ. Let star be a binary operation defined on Q. Q set of rational numbers. Set of rational numbers given by first one, A star B is equal to AB by 4. Check whether star is commutative and associative. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. Let a star be a binary operation defined on Q. Q means set of rational numbers given by first one, A star B is equal to AB by 4. Check whether star is commutative and associative. ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കും. കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് നോക്കാം, അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം കമ്മ്യൂട്ടേറ്റിവിറ്റി നോക്കാം.
കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എന്താണ് ബി സ്റ്റാർ എ ആയിരിക്കണം ഫോർ എവരി എ ആൻഡ് ബി. ഇതാണ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്കിവിടെ എ സ്റ്റാർ ബി ഉണ്ട്. ഇനി ബി സ്റ്റാർ എന്ന് കണ്ടുപിടിക്കാം. ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് എ സ്റ്റാർ ബി ആണെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 4 അല്ലേ. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ബി എ ബൈ 4. ബി എ എന്ന് പറഞ്ഞാൽ സെയിം ആസ് എന്താണ് എ ബി തന്നെ, എ ബി ബൈ 4. അപ്പൊ ഇത് രണ്ടും എന്തായി, ഈക്വൽ ആയി. Therefore A star B is equal to B star A. Therefore star is എന്താന്ന് കിട്ടി, കമ്മ്യൂട്ടേറ്റീവ്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി. എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെ വന്നാൽ ഈ ഓപ്പറേഷൻ എന്താവും, കമ്മ്യൂട്ടേറ്റീവ് ആവും. ഇനി നമുക്ക് അടുത്ത വേണ്ട എന്താ, അസോസിയേറ്റീവ് എന്നാ പറഞ്ഞത്. അസോസിയേറ്റീവ് അല്ലേ. അപ്പൊ അസോസിയേറ്റിവിറ്റി പറയുമ്പോൾ അസോസിയേറ്റിവിറ്റി ആകുമ്പോൾ 3 എലമെന്റ്സ് ആണ്. എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇങ്ങനെ കിട്ടണം. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അങ്ങനെ കിട്ടുമോ നോക്കുക. അങ്ങനെ കിട്ടിയാൽ അത് അസോസിയേറ്റീവ് ആകും. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എ സ്റ്റാർ ബി സ്റ്റാർ സി ആദ്യം ഞാൻ എഴുതുന്നു. ഇതിൽ എ സ്റ്റാർ ബി നമുക്കറിയാം. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ബൈ 4 ആണ്. എ ബി ബൈ 4 സ്റ്റാർ സി. അപ്പൊ ഇവിടെ സ്റ്റാർ വന്ന ഓർത്തോളം, ഇവിടെ സ്റ്റാർ വന്നാൽ ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 4 എന്നാ, എ ബി ബൈ 4 എന്നാ. അപ്പൊ ഇവിടെ ഒരു സ്റ്റാർ വന്നേക്കുന്നു. അപ്പൊ സ്റ്റാർ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 4 എന്നല്ലേ. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 4. ദാറ്റ് മീൻസ് എ ബി ബൈ 4 ഇൻറ്റു സി ബൈ 4 എന്ന് വരും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എന്താ കിട്ടാൻ പോകുന്നത്, എ ബി സി ബൈ 16. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എ ബി സി ബൈ 16 കിട്ടി. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി നോക്കാം നമുക്ക്. എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇവിടെ അതുപോലെ തന്നെ എ സ്റ്റാർ, ഇവിടെ ബി സ്റ്റാർ സി. അപ്പൊ എ സ്റ്റാർ ബി ആണ് എന്താണ്, പ്രോഡക്റ്റ് ബൈ 4. അപ്പൊ ബി സ്റ്റാർ സി ആകുമ്പോഴോ, ബി സ്റ്റാർ സി ആകുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ബൈ 4, ബി സി ബൈ 4 is equal to, വീണ്ടും ഇവിടെ എന്തുണ്ട്, സ്റ്റാർ ഉണ്ട്. സ്റ്റാർ വന്നാൽ പ്രോഡക്റ്റ് ബൈ 4 അങ്ങനല്ലേ. സ്റ്റാർ വന്നാൽ പ്രോഡക്റ്റ് ബൈ 4. അപ്പൊ സ്റ്റാർ ഉണ്ട്, സോ ഇറ്റ് പ്രോഡക്റ്റ് ബൈ 4 വരും. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി സി ബൈ 4, പ്രോഡക്റ്റ് ബൈ 4. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടും, എ ബി സി ബൈ 16 കിട്ടും. അതിന്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ ആയെന്നല്ലേ. ദാറ്റ് മീൻസ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. Therefore സ്റ്റാർ ഈസ് എന്താന്ന് പറയാം, അസോസിയേറ്റീവ്. അപ്പൊ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. A star B star C is equal to A star B star C. Therefore star is associative. അങ്ങനെ നമുക്ക് ഈ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാം. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് എഴുതിക്കോല്ലേ. കഴിഞ്ഞല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. Question. Let capital A is equal to n cross n. Capital A is equal to n cross n and star be a binary operation
on A given by binary operation given by AB star CD is equal to A plus C comma B plus D. A plus B, B plus D. Show that star is commutative and associative. Find the identity element for star if any. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതുക. ലെറ്റ്സ് A is equal to n cross n and star be a binary operation on A എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. On A given by AB star CD equal to A plus C B plus D ordered pair. Show that star is commutative and associative. Find the identity element for star if any. നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കുള്ള സെറ്റ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? n ക്രോസ് n ആയിരുന്നു. അതുപോലെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ പ്ലസ് സി ബി പ്ലസ് ഡി. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബി അല്ല, പകരം എ ബി സ്റ്റാർ സി ഡി ആണ്. കാരണം നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? n ക്രോസ് n ആണ്. ക്രോസ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് പെയറുകളാണ് വരുന്നത്, ഓർഡേർഡ് പെയർസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെന്റ് എന്ന് വെച്ചാൽ ഒരു ഓർഡേർഡ് പെയർ ആണ്. അടുത്ത എലമെന്റ് അടുത്ത ഓർഡേർഡ് പെയർ, ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് ഇത് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എ ബി സ്റ്റാർ സി ഡി തന്നിട്ടുണ്ട് എ പ്ലസ് എ ബി പ്ലസ് ഡി. അതായത് ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എയും സിയും കൂടെ കൂട്ടുക, അതാണ് ഫസ്റ്റ് കമ്പോണന്റ്. ബിയും ഡിയും കൂടെ കൂട്ടുക, അതാണ് സെക്കൻഡ് കമ്പോണന്റ്. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് എ ബി സ്റ്റാർ സി ഡി ഇതല്ലേ ഫസ്റ്റ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാൻ. എ ബി സ്റ്റാർ സി ഡി അതവർ തന്നിട്ടുണ്ട് എന്താണെന്ന്? എ പ്ലസ് സി ബി പ്ലസ് ഡി. ശരിയാണല്ലോ? തിരിച്ചു നോക്കാം. സി ഡി സ്റ്റാർ എ ബി ഈക്വൽ ടു ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുക സി പ്ലസ് എ, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്യുക ഡി പ്ലസ് പി. ദിസ് ഈക്വൽ ടു സി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ പ്ലസ് സി തന്നെ അല്ലേ? എ പ്ലസ് സി തന്നെ. ഡി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? ബി പ്ലസ് ഡി തന്നെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ട് ഈക്വൽ ആയി. എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു സി ഡി സ്റ്റാർ എ ബി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതായത് എ സ്റ്റാർ ബി is equal to ബി സ്റ്റാർ എ ഫോം. അപ്പൊ എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു സി ഡി സ്റ്റാർ എ ബി. എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു സി ഡി സ്റ്റാർ എ ബി. Therefore, star is commutative. അപ്പൊ ഇത് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി. ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട്. ഇത്രേ ഉള്ളൂ. എ ബി സ്റ്റാർ സി ഡി എഴുതി നേരെ തിരിച്ചു എഴുതി. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് വരാം. സെക്കൻഡ് പാർട്ട് പറയുന്നത് ഇത് അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അസോസിയേറ്റീവ് ആകുമ്പോൾ 3 എലമെന്റ്സ് വേണം. എ ബി വേണം, സി ഡി വേണം, ഇ എഫ് വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം. എ ബി സി ഡി ഇ എഫ് എലമെന്റ് ഓഫ് എ എന്ന് വിളിച്ചു. അപ്പൊ ഇത് അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെ? അസോസിയേറ്റിവിറ്റി പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്നാണ് വരേണ്ടത്. അപ്പൊ ആദ്യം ഈ 2 എലമെന്റ്സ് ബ്രാക്കറ്റിലാക്കാം നമുക്ക്. എ ബി സ്റ്റാർ സി ഡി
അതെഴുതി. സ്റ്റാർ സി അടുത്ത എലമെന്റ്, സ്റ്റാർ അടുത്ത എലമെന്റ് ഇ എഫ്. ഞാൻ ഈ 3 എലമെന്റ്സ് ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ, എ ബി സി എന്നല്ല ഞാൻ എടുത്തത്, എ ബി സി ഡി ഇ എഫ്. കാരണം ഈ എലമെന്റ് എ എന്ന് പറഞ്ഞാൽ എല്ലാം ഓർത്തോണം, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏത് എലമെന്റ് വന്നാലും പെയർ ആയിട്ടേ വരുള്ളൂ, ഓർഡേഡ് പെയർ ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ടാണ് 3 എലമെന്റ്സ് ഇങ്ങനെ എടുത്തത്. ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈ സ്റ്റാർ അപ്ലൈ ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുന്നു, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി സ്റ്റാർ അടുത്ത എലമെന്റ് ഇവിടെ ഇ എഫ്. വീണ്ടും നമുക്ക് എന്താണ് ഇവിടെ സ്റ്റാർ ഉണ്ട്. സ്റ്റാർ വന്നാൽ ഓർക്കുക ഫസ്റ്റ് 2 ആഡ് ചെയ്യുക, സെക്കൻഡ് 2 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ അതുപോലെ ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് സി പ്ലസ് ഇ കോമ അടുത്ത് ആഡ് ചെയ്താൽ ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ട് തിരിച്ചുള്ള ഈ ബ്രാക്കറ്റ് മാറ്റി കൊടുക്കുക. അതായത് എ ബി സ്റ്റാർ ഈ ബ്രാക്കറ്റിൽ ഈ 2 എലമെന്റ്സുകൾ സി ഡി സ്റ്റാർ ഇ എഫ് ഈക്വൽ ടു എ ബി. അതുപോലെ നമ്മൾ എഴുതി എ ബി സ്റ്റാർ. ഇവിടെ ഈ സ്റ്റാർ മാറ്റുക. ഈ സ്റ്റാർ മാറ്റുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുക, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന സി പ്ലസ് ഇ കോമ ഡി പ്ലസ് എഫ് എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്തുണ്ട്, സ്റ്റാർ ഉണ്ട്. ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുക, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്യുക. അപ്പൊ എ പ്ലസ് സി പ്ലസ് ഇ കോമ ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്നും കിട്ടും. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ എന്തായിരുന്നു, ഇതായിരുന്നു എ പ്ലസ് സി പ്ലസ് ഇ ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടി, എ പ്ലസ് സി പ്ലസ് ഇ ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഇത് 2 സെയിം ആണെന്നല്ലേ. ദാറ്റ് മീൻസ് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. therefore star is associative. ഇനി നമുക്കൊരു പാർട്ട് കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, ലാസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് 2 പാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്. എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് എ പ്ലസ് സി ബി പ്ലസ് ഡി. ഇത് തിരിച്ച് ചെയ്തു കമ്മ്യൂട്ടേറ്റീവ് പറയാൻ വേണ്ടിയാണ്. എ ബി എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എ സ്റ്റാർ ബി ഉണ്ട് ഇവിടെ, തിരിച്ച് നമ്മൾ എഴുതി സി ഡി സ്റ്റാർ എ ബി. അന്നേരം നമുക്ക് ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്തു, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്തു. ഇവിടെ അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ സി പ്ലസ് എ, അടുത്ത ഡി പ്ലസ് ബി ആകും. സി പ്ലസ് എ സെയിം ആസ് എ പ്ലസ് സി, ഡി പ്ലസ് ബി സെയിം ആസ് ബി പ്ലസ് ഡി. അത് രണ്ടും ഈക്വൽ. therefore എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു സി ഡി സ്റ്റാർ എ ബി. ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇതേപോലെ നമുക്ക് അസോസിയേറ്റിവിറ്റി അവിടെ 3 എലമെന്റ്സ് എടുക്കുക, എ ബി സി ഡി ഇ എഫ്. എന്നിട്ട് അത് ബ്രാക്കറ്റ് മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഫസ്റ്റ് 2 ഒരു ബ്രാക്കറ്റിലാക്കി എ ബി സ്റ്റാർ സി ഡി ദെൻ സ്റ്റാർ ഇ എഫ്. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ളതിന്റെ സ്റ്റാർ അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്തു എ പ്ലസ് സി, സെക്കൻഡ് ആഡ് ചെയ്തു ബി പ്ലസ് ഡി സ്റ്റാർ ഇ എഫ്. വീണ്ടും ഈ സ്റ്റാർ വന്നുകൊണ്ട് ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്തു, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്തു. അപ്പൊ എ പ്ലസ് സി പ്ലസ് സി ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്നാവും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു. അപ്പൊ എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് ആയി. ഇനി ഈ സ്റ്റാറിന് ഡെഫിനിഷൻ കൊടുക്കുക. എ ബി സ്റ്റാർ ഇതിന് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോൾ സി പ്ലസ് സി, സെക്കൻഡ് ആഡ് ചെയ്യുമ്പോൾ ഡി പ്ലസ് എഫ്. വീണ്ടും ഇവിടെ സ്റ്റാർ മാറ്റി. അന്നേരം ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുക എ പ്ലസ് സി പ്ലസ് സി, സെക്കൻഡ് ആഡ് ചെയ്യുക ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അത് അസോസിയേറ്റീവ് ആണ്. കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ലെറ്റ് E1, നമ്മൾ അവിടെ സാധാരണ പറയുന്നത് ഇ ആണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ അത് എ സ്റ്റാർ ഇ എന്നാ പറയുന്നത്. ഇവിടെ ഒരു എലമെന്റ് എന്ന് വെച്ചാൽ ഒരു പെയർ ആണ്. അതുകൊണ്ട് E1 E2 ബി ദ ഐഡന്റിറ്റി നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, 2 എലമെന്റ്സ്, അതായത് ഇതിനകത്തെ എ ബി എലമെന്റ് എടുത്ത് ഞാൻ സ്റ്റാർ E1 E2
ഈക്വൽ ടു തിരിച്ചുകൊണ്ട് ഇത് ഈക്വൽ ടു ഈ എലമെന്റ് തന്നെ ആവണം, എ ബി ആവണം, വിച്ച് ഇസ് അഗൈൻ ഈക്വൽ ടു തിരിച്ച്. അതായത് നമ്മൾ പഠിച്ചത് എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് ഡെഫിനിഷൻ. എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ. അപ്പൊ ഇവിടെ എ ബി സ്റ്റാർ ഇ വൺ ഇ ടു ഈക്വൽ ടു എ ബി ഈക്വൽ ടു ഇ വൺ ഇ ടു സ്റ്റാർ എ ബി. ഇത് നമ്മുടെ ഡെഫിനിഷൻ. ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എഴുതിയതാണ്. അതായത് ഇ വൺ ഇ ടു ഐഡന്റിറ്റി ആണെങ്കിൽ ഈ കണ്ടീഷൻ ശരിയാവണ്ടേ? നമ്മൾ ഈ പാർട്ട് നിർത്തി, ഈ പാർട്ട് മാത്രം ഞാൻ എടുത്താൽ എ ബി സ്റ്റാർ ഇ വൺ ഇ ടു ഇസ് ഈക്വൽ ടു എ ബി. ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. സ്റ്റാർ വന്നാൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്യുന്നു, സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്യുന്നു. ഇവിടെ സ്റ്റാർ വന്നുകൊണ്ട് ഫസ്റ്റ് കമ്പോണന്റ് ആഡ് ചെയ്താൽ എ പ്ലസ് ഇ വൺ, സെക്കൻഡ് ആഡ് ചെയ്താൽ ബി പ്ലസ് ഇ ടു ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? എ ബി. ഇപ്പൊ രണ്ട് ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ കമ്പോണൻസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് എ പ്ലസ് ഇ വൺ ഈക്വൽ ടു എ, ബി പ്ലസ് ഇ ടു ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് എ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇ വൺ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ ബി കട്ട് ചെയ്താൽ ഇ ടു ഇസ് ഈക്വൽ എന്ത് കിട്ടും? 0. Therefore ഇ വൺ ഇ ടു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0 0 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഇ വൺ ഇ ടു ഐഡന്റിറ്റി ആണെങ്കിൽ ഇ വൺ ഇ ടു എന്താന്ന് കിട്ടി? 0 0 കിട്ടി. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കിട്ടുന്ന ഐഡന്റിറ്റി എലമെന്റ് നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടാവണമെന്നാ. അപ്പൊ ഇവിടെ ഇ വൺ ഇ ടു നമുക്ക് 0 0 കിട്ടിയില്ലേ? നമുക്കുള്ള എൻ ക്രോസ് എൻ. എൻ മീൻസ് നാച്ചുറൽ നമ്പർ, ഈ എൻ നാച്ചുറൽ നമ്പർ. അപ്പൊ ഈ തുടങ്ങുന്നത് 1-ലായിരിക്കും, ഈ തുടങ്ങുന്നത് 1-ലായിരിക്കും. അപ്പൊ ഒരിക്കലും 0 0 എന്നൊരു ഓർഡേഡ് പെയർ ഒരിക്കലും നമുക്ക് എയിൽ കിട്ടത്തില്ല. സോ നോട്ട് എലമെന്റ് ഓഫ് എ. ഇത് എയിൽ ഇല്ല. Therefore identity element does not exist. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഐഡന്റിറ്റി ഇല്ല, 0 0 ഇല്ല. അപ്പൊ ഡബ്ല്യു ക്രോസ് ഡബ്ല്യു ഒക്കെയാണ് നമുക്ക് വേണേൽ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എൻ ക്രോസ് എൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം എന്നിനകത്ത് 1-ലാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഓർഡേഡ് പെയറിൽ ഒരിക്കലും 0 വരുന്നില്ല, 0 0 എന്നുള്ള പെയറേ വരുന്നില്ല. സോ ഐഡന്റിറ്റി എലമെന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെ വിളിച്ചു ഇ വൺ ഇ ടു ഐഡന്റിറ്റി എലമെന്റ് എടുത്തു, ഡെഫിനിഷൻ കൊടുത്തു, പിന്നെ അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി, നമ്മുടെ ആൻസറായി. അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം എല്ലാവരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റുകളും കുറച്ച് പ്രോബ്ലംസും ഒക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതായിരുന്നു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വന്നത്, നമ്മൾ ആദ്യം നോക്കിയത് ജസ്റ്റ് ഞാൻ ഓവറോൾ എന്ന് പറയുന്നുള്ളൂ, ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിച്ചിരുന്നു. അത് 3 ടൈപ്സ് ആണ് പഠിച്ചത് നമ്മൾ. റിഫ്ലെക്സീവ്, പിന്നെ സിമെട്രിക്, തേർഡ് വൺ ട്രാൻസിറ്റീവ്. അങ്ങനെ 3 റിലേഷൻ പഠിച്ചിരുന്നു. ഇനിയും ഇത് 3ഉം കൂടെ വരുന്ന റിലേഷനെ നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? ടൈപ്സ് ഓഫ് റിലേഷൻസിനകത്ത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇനി ഇത് 3 കൂടെ വരുന്ന റിലേഷൻ എന്ന് പറയും ഇക്വലൻസ് റിലേഷൻ എന്ന് പറയും. പിന്നെ ദെൻ നമ്മൾ പഠിച്ച ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിച്ചു. അത് നമ്മൾ പഠിച്ചത് 1 എന്ന് പഠിച്ചു, ഓൺ 2 എന്ന് പഠിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നാൽ ബൈജക്ഷൻ ആണെന്ന് പറഞ്ഞു. ബൈജക്ഷന്റെ പ്രോപ്പർട്ടി, ബൈജക്ഷൻ വന്നാൽ ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ എഫ് ഈസ് എന്താന്ന് പറഞ്ഞു നമ്മൾ? ഇൻവെർട്ടബിൾ എന്ന് പറഞ്ഞു മെയിനായിട്ട്.
ഫംഗ്ഷന് 1 1 ഓൺ 2 രണ്ടും കൂടി ചേർന്ന് വന്നാൽ ബൈജക്ഷൻ. കാരണം ഇതിനെ ഇഞ്ചക്ഷൻ എന്ന് പറയും, ഇതിനെ സർജക്ഷൻ എന്ന് പറയും, എന്നോട് ചേരുമ്പോൾ ബൈജക്ഷൻ എന്ന് പറയും. ബൈജക്ഷൻ ആണെങ്കിൽ എഫ് എപ്പോഴും ഇൻവേർട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് കോമ്പോസിഷൻ ആണ് പഠിച്ചത്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചു. ദെൻ എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു ഐ വൈയും ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സും വന്നാൽ അത് ആ ഫംഗ്ഷൻ എഫ് എന്താന്ന് പറയുക ഇൻവേർട്ടബിൾ എന്ന് പഠിച്ചു. എഫ് ഇൻവേർട്ടബിൾ അതിനകത്ത് പഠിച്ചതാണ്. ദെൻ ലാസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻ ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ എന്ന് നമ്മൾ പഠിച്ചു. ഇതായിരുന്നു നമ്മളിവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ അതിന് ലാസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ കൊണ്ട് നമുക്ക് നിർത്താം. ഇപ്പോൾ ഒരു സെറ്റിനകത്ത് ഇഫ് എ കണ്ടെയ്ൻസ് n elements, then how many binary operations are there in A? അപ്പോൾ ഒരു എ എന്നുള്ള ഒരു സെറ്റ് അതിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ബൈനറി ഓപ്പറേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റാറിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ മതി. സ്റ്റാറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമ്പർ ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫ്രം അതായത് +1 ഫ്രം എ ടു ബി കാണണമെങ്കിൽ n of b raised to n of a എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് സ്റ്റാർ എന്നുള്ള therefore നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഇവിടെ നമുക്ക് എന്ത് പറയാം ഈക്വൽ ടു n of b b a to b ആകുമ്പോൾ b n of b raised to n of a. ഇവിടെ b യുടെ സ്ഥാനത്ത് a ആണ്. അപ്പോൾ n of a raised to n of എന്ത് കിട്ടും a cross a എന്ന് കിട്ടും. That is equal to n of a. എയ്ക്കകത്ത് എത്ര എലമെന്റ്സ് ആണ് നോക്കിയുള്ളത്? എയ്ക്കകത്ത് n എലമെന്റ്സ്. സോ n raised to എയിൽ n എലമെന്റ്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്രോസ് എയിൽ n സ്ക്വയർ എലമെന്റ്സ് ആണെന്നല്ലേ പഠിച്ചേക്കുന്നത്. അത് നമ്മൾ റിലേഷൻ അത് പഠിക്കുന്നതാ. n of a cross b equal to n of a into n of b. അപ്പോൾ n of a cross a എന്ന് പറഞ്ഞാൽ n of a cross b എന്ന് പറയുന്നത് n of a into n of b. അപ്പോൾ n of a cross a ആണെങ്കിൽ n of a into n of a എന്നല്ലേ? n of a ഇവിടെ എത്ര ആയിരുന്നു? n ആയിരുന്നു. n തന്നെ. സോ n into n എന്ത് കിട്ടും? n സ്ക്വയർ. അപ്പോൾ n raised to n സ്ക്വയർ. അപ്പം ഇത്രയും ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടാവും നമ്മുടെ ഈ എ എന്നുള്ള സെറ്റിനകത്ത്. എത്ര എലമെന്റ്സ് ഉണ്ടെങ്കിൽ? n എലമെന്റ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ഇപ്പോൾ 2 എലമെന്റ്സ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ 2 കൊണ്ട് മാറ്റിയാൽ മതി. n ന് പകരം 2 കൊടുക്കുക. 2 raised to 2 സ്ക്വയർ. 2 സ്ക്വയർ 4 2 raised to 4 16 കിട്ടും. 16 ബൈനറി ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ജനറൽ ആയിട്ട് കൊടുത്തിരിക്കുക if a set A contains n elements, then number of binary operations is n raised to n square. ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇതിനെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് നിങ്ങളുടെ കൺസേൺഡ് ടീച്ചറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക.